എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ നിർമ്മലിനെ കാണാനായിട്ട് അഭി ചെല്ലുവാണ്. അഭി ചെന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. അവളുടെ ഇന്നത്തോടുകൂടി അവളുടെ അന്തപുരിയിലെ പൊറുതി അവസാനിക്കണമെന്ന് പറയണം. അല്ല വല്ല പ്രശ്നമാവെന്ന് ചോദിക്കണം. എന്ത് പ്രശ്നമാകാനായിട്ട്? ഒരു പ്രശ്നമാകത്തില്ല. പിന്നെ വേറൊരു കാര്യങ്ങളേ ഉണ്ട്, അറിയാലോ. അവള് ഗേറ്റിന് വെളിയിൽ വന്നു കഴിയുമ്പോ നീ അവിടെ കെട്ടിപ്പിടിക്കണം, കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കണം. ഈ രംഗങ്ങളെല്ലാം ഞാൻ ഷൂട്ട് ചെയ്താളെന്ന് പറയണം. ഇല്ല, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ ഒരു പ്രശ്നമില്ല. ഇത്രയും നാളും അവൾക്കുള്ള തെളിവുകളൊക്കെ നമ്മൾ മോർഫ് ചെയ്ത് ഉണ്ടാക്കിയതല്ലേ. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് ഒറിജിനൽ തെളിവുകളാണ്. ഒറിജിനൽ തെളിവുകളാണ് നമുക്ക് വേണ്ടത്. കാരണം ഇനിയിപ്പോൾ നാളെ ആരെങ്കിലും ചെക്ക് ചെയ്താൽ പോലും ഇത് ഒറിജിനൽ ആണെന്ന് മനസ്സിലാവണം. മാത്രമല്ല വീട്ടിലാണെങ്കിൽ CCTV ഉണ്ട്. വീടിനുള്ളിലും പുറത്തുമൊക്കെ ഉണ്ട്, ഗേറ്റിന് വെളിയിലും ഉണ്ട്. അപ്പൊ ഈ രംഗങ്ങളൊക്കെ CCTVക്കകത്തും പറഞ്ഞോളൂ. അതുകൊണ്ട് ആർക്കും സംശയങ്ങളൊന്നും തോന്നില്ല. അവള് മനഃപൂർവ്വം നിന്റെ അടുത്തേക്ക് സ്വമേധ ഇറങ്ങി വന്നതെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലാവും. നാളെ ഇത് ഞാൻ വലിയ സ്ക്രീനിട്ട് എല്ലാവരെയും കാണിക്കും. അതോടുകൂടി അവള് ഫ്ലാറ്റ്. അവൾക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട വരുമെന്ന് പറയാണ്. അല്ല എന്തേലും പ്രശ്നമാകോ? പോലീസ് അങ്ങനെ ഇത് മണത്തറിഞ്ഞിട്ടുണ്ടെങ്കിലോ? ഒന്നും സംഭവിക്കില്ല. നീ അങ്ങനെ എന്തേലും വന്നിട്ടുണ്ടെങ്കിലേ അളിയാ, എനിക്ക് നിന്റെ പേര് പറയേണ്ട വരുമെന്ന് പറയണേ. അങ്ങനെ ഒന്നും സംഭവിക്കില്ലടാ, നീ ധൈര്യമായിട്ടിരിക്കുക. എന്തിനു വേദന ഞാനൊപ്പം ഇല്ലേ. പിന്നെ അവളുടെ കാര്യത്തെക്കുറിച്ച് കൂടുതൽ പറയാതിരിക്കുന്ന ഭേദം. അവൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയാലും എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അത്രയ്ക്ക് ഞാൻ അവള് കാരണം ഞാൻ നശിച്ച് പണ്ടാരം അടങ്ങിയിരിക്കുക. നിനക്കറിയാവുന്ന ചോദിക്കും. ശരി ശരി, അപ്പൊ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഒന്നും വിട്ടുപോയേക്കില്ല. കൃത്യസമയത്ത് തന്നെ ഞാൻ വിവരങ്ങളൊക്കെ തന്നോളാം. നീ അതനുസരിച്ച് ചെയ്താൽ മതി എന്ന് പറയണം. ശരിയെന്നും പറഞ്ഞിട്ട് നിർബന്ധം അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ആദർശ് മുറിയിലേക്ക് കയറി വരിക. ആദർശ് പറഞ്ഞു, നീ എന്താ ഞാനിന്ന് വിളിച്ചിട്ട് നിൽക്കാത്തേന്ന് ചോദിക്കുകയാണ്. എപ്പോ വിളിച്ചു? ആ റെസ്റ്റോറൻറ്റ് വിളിച്ച് എപ്പം? ഞാൻ ആദർശനെ കണ്ടില്ല. ദേ വെറുതെ കള്ളത്തരം പറയരുത് കേട്ടോ. എനിക്ക് മനസ്സിലായി, നിനക്ക് മനസ്സിലായെന്ന്. എന്നിട്ട് നീ എന്നെ മനസ്സിലാകാത്ത പോലെ അഭിനയിച്ച് അങ്ങോട്ട് പോവല്ലേ ചെയ്തേന്ന് ചോദിക്കുക. ഇതെന്തൊക്കെയാ ആദർശേട്ടാ പറയണേ? വെറുതെ കള്ളത്തരം പറയില്ല. ഞാൻ ആദർശനെ കണ്ടില്ലെന്ന് പറയണം. നീ അവിടെ ഒരു സിക്കിനെ കണ്ടില്ലേന്ന് ചോദിക്കണം. സിക്കിനെ കണ്ടായിരുന്നു. അയാളുടെ ഒരു നോട്ടമൊക്കെ ഒരു പൂവാലിന്റെ നോട്ടമായിരുന്നു. ഞാൻ മാത്രമല്ല കണ്ടത്, നവ്യേച്ചയും കണ്ടതാ. നവ്യേച്ചി അതിനോട് അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചാന്ന് പറയും. ഓ, അത് ഞാനായിരുന്നു പറയണേ. ആഹാ, ആദർശനാണല്ലോ. ആദർശനായിരുന്നോ എന്നും പറഞ്ഞ് നയനെ ഒരു ചിരി അങ്ങോട്ട് ചിരിക്കുവാണ്. ആദ്യമായിട്ട് അറിയുന്ന വീട്ടില്. ദേ നീ ചിരിക്കുവൊന്നും വേണ്ട, എനിക്ക് മനസ്സിലായി നിനക്ക് അറിയാന്നുള്ള കാര്യം. ദേ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു ആദർശേട്ടാ. അവസാനം ഞാൻ അവിടെ പെട്ടുപോയി. അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് നമ്മുടെ കല്യാണ ഫോട്ടോ വരെ എടുത്ത് കാണിക്കേണ്ടി വന്നു. എന്തൊരവസ്ഥയായിരുന്നു അറിയാവോ. പെട്ടെന്ന് നയന പറഞ്ഞു, അതെ എന്തിനാ ഇങ്ങനെ എന്നെ പുറകെ ഫോളോ ചെയ്യാൻ പോയത്? ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, എനിക്കറിയാമായിരുന്നു ആദർശേട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരത്തൊന്നുമില്ലെന്ന്. അത് പിന്നെ എന്തിനാണെന്നറിയാവോ? നിന്റെ ചേച്ചിയുടെ ഭാഗത്ത് നിരപരാധത്തോണ്ടെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാ. ഓ, ഇപ്പോഴെങ്കിലും അത് മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ ആ നിർമ്മലിനെ കൂടെ കൈയോടെ പിടികൂടിയാൽ മാത്രമേ നിന്റെ ചേച്ചി നിരപരാധിയാണെന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങളെ രണ്ടുപേരെ ഞാൻ ഫോളോ ചെയ്തേ. ശരി ശരി, ആയിക്കോട്ടെ എന്ന് പറയണം. ഈ സമയത്ത് അനി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക, എന്തായിരിക്കും പോലും നന്ദു തന്നെ തിരിച്ചു വിളിക്കാത്തെ. ഒരു പക്ഷേങ്കില് കനകാന്റി പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല താൻ വിളിച്ച കാര്യം. പിന്നെ എന്ത് ചെയ്യും? ഇനി നന്ദുവിനെ വിളിക്കണം. വേണ്ട, ഇനി വിളിച്ചിട്ടുണ്ടെങ്കിൽ പാവം അവൾക്ക് വളരെ ടെൻഷനാവും. ഇനിയിപ്പോൾ ആ സമയത്ത് അങ്ങോട്ട് വിളിക്കുന്നത് ശരിയല്ല. വിളിക്കേണ്ടെന്ന് ഓർത്തോണ്ട് അനി നന്ദുവിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം നന്ദുവിനെ കെട്ടിപ്പിടിച്ച് കിടക്കുക കനക. ഇപ്പം കനക നന്ദുവിൻ്റെ കൂടെ കിടപ്പ് പോലും അത്രയ്ക്ക് ഭയവാ. ഇവിടെ രാത്രിയിൽ ഇറങ്ങിപ്പോയാലോ, എന്തെങ്കിലും കടുങ്കൈ ചെയ്താലോ എന്നൊക്കെ ഒരു ചിന്ത കനകയുടെ ഉള്ളിലുള്ളതുകൊണ്ടാ കനക അങ്ങനെ ചെയ്യുന്നത്. പിന്നീട് നന്ദുവിനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന കനകയ്ക്ക് ഉറക്കം പോലും വരുന്നില്ല. പാവം നന്ദൂട്ടൻ. ഇന്ന് അവളോട് അനി വിളിച്ച കാര്യം പോലും പറഞ്ഞില്ല. ഇനി അവരുടെ കൂടെ എങ്ങാനും പോയാലോ? തൻ്റെ ഒരു അവസ്ഥ തനിക്കില്ലെടുത്തുള്ളൂ. ഒരു പെറ്റമ്മയുടെ മനസ്സ് എത്രമാത്രം വേവലാതിപ്പെടുന്നുണ്ടെന്ന് നന്ദുവിൻ്റെ മനസ്സിന് ഭയങ്കര സങ്കടമുണ്ട്. പക്ഷെ അവൾ ആരോടും പുറത്ത് കാണിക്കുന്നല്ലോ ഇല്ലെന്നുള്ളൂ. എത്രയും പെട്ടെന്ന് അനി അനാമിക നമ്മുടെ വിവാഹം കഴിഞ്ഞാൽ മതിയായിരുന്നു. പിന്നെ നന്ദുവിനെ എങ്ങനെയൊന്നും വിവാഹം കഴിപ്പിക്കണം, അതൊക്കെയാണ് തൻ്റെ മനസ്സിലുള്ള ആഗ്രഹം. അങ്ങനെ പല പല ചിന്തകളുമായിട്ട് കനക കിടക്കുവാണ്. അങ്ങനെ രാത്രിയാകുമ്പോൾ ആദർശം ഉറങ്ങാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു നയന. അങ്ങനെ ആദർശം ഉറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും നയന പതുക്കെ അവിടെ നിന്ന് എഴുന്നേക്കുവാണ്. സൗണ്ട് ഉണ്ടാക്കാതെ എഴുന്നേറ്റ് പുറത്തേക്ക് വരുവാണ്. എഴുന്നേറ്റ് പുറത്തു വന്ന് അവിടെയൊക്കെ നോക്കി, ആരുമില്ല. ഈ സമയത്താണ് നവ്യ അങ്ങോട്ട് ഇറങ്ങി വരും. നവ്യനെ കണ്ട പെട്ടെന്ന് ഇരുട്ടായിരുന്നു. നയനെ ഞെട്ടിപ്പോയി. ഇപ്പൊ ഞാൻ ഞെട്ടിപ്പോയല്ലോ എന്ന് പറയണം. ഞാൻ ചേച്ചിയുടെ മുറിയിൽ അങ്ങോട്ട് വരാൻ തുടങ്ങുമായിരുന്നു പറയണം. വാ നമുക്ക് പോകാന്ന് പറയണം. അല്ല എനിക്ക് പേടിയുണ്ട്, നമുക്ക് ഇറങ്ങണമെന്ന് ചോദിക്കുകയാണ്. ഒരു കുഴപ്പമൊന്നുമില്ല, ധൈര്യമായിട്ട് പോരെ, എന്തിനാ പേടിക്കുന്നത്, ഞാൻ അല്ല കൂടെയുള്ളതെന്ന് ചോദിക്കുക. എന്നാലും റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. ഈ വീട്ടിൽ ആരെങ്കിലും എഴുന്നേറ്റ് വന്നാലോ പ്രശ്നമല്ലേ. ഇപ്പൊ തന്നെ അഭി നല്ല ഉറക്കവാ. അഭി എങ്ങനെ എഴുന്നേറ്റാ തീർന്നു. അഭി മാത്രമല്ല, അഭിയുടെ അമ്മയുണ്ടല്ലോ, അവരെ ഏറ്റവും വലിയ വൃത്തിയുടെ സ്ത്രീ വീട്ടിലെ
അവരെങ്ങാനും അറിഞ്ഞിട്ട് ഏറ്റവും പ്രശ്നമാവുന്ന കാര്യം. ഒന്നും അറിയാൻ പോകുന്നില്ല. ചേച്ചി വാന്ന് പറഞ്ഞിട്ട് നവ്യയുടെ കയ്യെ പിടിച്ചോണ്ട് നയനെ അങ്ങോട്ട് ഇറങ്ങിപ്പോണേ. ഈ സമയത്ത് ആദർശ് പതുക്കെ ഉണർന്നു. നയനെ കാണുന്നില്ല. ഇവളിത് എവിടെ പോയി? ബാത്റൂമിലുണ്ടോന്ന് പോയി നോക്കി. അവിടെയില്ല. ഓഹോ, അപ്പൊ അവളിനി അങ്ങോട്ടേലും പോയാൽ നിർമ്മലിനെ തപ്പി അങ്ങോട്ട് പോയതാണോ? പറയാൻ പറ്റില്ല, അവളുടെ സ്വഭാവം ആയതുകൊണ്ട്. പതുക്കെ ആദർശ് എഴുന്നേറ്റ് അങ്ങോട്ട് വരുവാണ്. നോക്കി കഴിയുമ്പോഴത്തേനും താഴേക്ക് സ്റ്റെയർ ഇറങ്ങി പോകുന്ന നവ്യനെ നയനെയാ കണ്ടേ. ഒരു പക്ഷെ നിർമ്മലെങ്ങാനും വരുവോ? നിർമ്മലിനെ പിടികൂടാനാണോ പോകുന്നത്? എങ്കിൽ വലിയ ആപത്തിലേക്ക് തന്നെ രണ്ടുപേരും കൂടെ ചെന്ന് ചാടാൻ പോകുന്നത്. അത് പാടില്ല. പിന്നീട് ആദർശ് തനിക്കറിയാവുന്ന ആ പോലീസുകാരനെ വിളിക്കുവാണ്. വിളിച്ചിട്ട് കുറെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറയാണ്. അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഫോൺ വെക്കുക. പിന്നീട് ആദർശ് ആ പുറകെ അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് അഭി ഇങ്ങനെ അവൾ ഇറങ്ങി പോയിട്ടുണ്ട്. ഇനി അധികം വൈകാതെ തന്നെ നിർമ്മല വരും. ഇന്നത്തോടുകൂടി അവളുടെ കാര്യത്തിനൊരു തീരുമാനമോ. അവളുടെ വിചാരം അവൾ വലിയ ഏതോ ആളാന്ന. അവളുടെ കള്ളത്തരങ്ങളൊക്കെ ഇന്ന് പൊളിച്ചെടുക്കണം. ആ ഒരു ചിന്തയോടെ അഭി ഇങ്ങനെ നിൽക്കുമായിരുന്നു. എത്രയും പെട്ടെന്ന് അവനൊരു വോയിസ് മെസ്സേജും കൂടെ അയക്കാം. നിർമ്മലിന് വീണ്ടും ഒരു വോയിസ് മെസ്സേജ് അയക്കുകയാണ്. അതെ, ഞാൻ പറഞ്ഞ കാര്യമൊന്നും മറക്കല്ല, ഓർമ്മയുണ്ടല്ലോ? അവളെ കണ്ടു കഴിയുമ്പത്തിന് അവളെ നന്നായിട്ട് കെട്ടിപ്പുണർന്നു. കുറച്ച് ഉമ്മയെല്ലാം കൊടുത്തു. സീനൊന്ന് കൊഴിപ്പിക്കണം, എങ്കിൽ മാത്രമേ കാര്യമുള്ളെന്ന് പറയാണ് എന്നും പറഞ്ഞ് വോയിസ് മെസ്സേജും കൂടെ അയക്കുക. ഇത് മതി, ആ ബാക്കി കാര്യങ്ങളൊക്കെ അവൻ ചെയ്തോളും. അങ്ങനെ ഓർത്ത് അഭി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നവ്യ താഴേക്ക് പോകാനായിട്ട്. അങ്ങനെ നവ്യ നയനയും കൂടെ താഴേക്ക് ചെല്ലുവാണ്. നയന പറഞ്ഞു, എനിക്ക് പേടിയുണ്ട് കേട്ടോ. ചേച്ചി എന്തിനാ പേടിക്കണേ? നമ്മളിങ്ങനെ പേടിച്ചിരിക്കുന്നതുകൊണ്ട് അവർക്ക് ഇത്ര ധൈര്യം. നമ്മൾ പ്രതികരിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല. നമ്മൾ പേടിച്ചിരിക്കുന്നിടത്തോളം കാലം അവർക്ക് നമ്മുടെ തലയിൽ കയറി നിറങ്ങാനുള്ള ഒരു അവസരമാണ്. ചേച്ചി ധൈര്യമായിട്ടൊന്ന് മുന്നോട്ട് നീക്കേ. ഇത്രക്കാരെയൊക്കെ നമുക്ക് കയ്യോടെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കാൻ പറ്റും. ഞാനില്ലേ കൂടെ. എന്നാലും വേണ്ട, നീ ഇത്രമാത്രം റിസ്ക് എടുക്കുന്നുണ്ടല്ലോ. അതെന്താ ചേച്ചി അങ്ങനെ പറയണേ? ഞാൻ ചേച്ചിയുടെ അനിയത്തിയല്ലേ. അപ്പൊ ചേച്ചിക്കൊരു ആപത്ത് വന്നാലോ അല്ലെങ്കിൽ എനിക്കൊരു ആപത്ത് വന്നാലോ രക്ഷിക്കേണ്ടത് രണ്ടുപേരുടെയും കടമയല്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നാലും എനിക്ക് സങ്കടം വരുന്നുണ്ട്. ഒരു കാര്യം ചെയ്യേ, ചേച്ചി ഇവിടെ നിന്നോളാൻ പറയണേ. ഞാൻ ഇവിടെ നിൽക്കാനോ? അയ്യോ അത് വേണ്ട, ഞാൻ പൊക്കോളാന്ന് പറയണേ. വേണ്ട വേണ്ട, അതൊന്നും വേണ്ട. ചേച്ചി പോയാൽ ശരിയാവത്തില്ല. ചേച്ചി ഇവിടെ നിന്നാ മതി എന്ന് പറയാണ്. ചേച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്നോ അവൻ ഒരു കാരണവശാലും അറിയരുത്. ആള് മാറിയാ വന്നേന്നുള്ള കാര്യം അവന് ഇന്നത്തോടെ പിടിക്കണം. അവനെ പിടിച്ച ആളിനെ പൊട്ടിച്ച് പോലീസിൽ ഏൽക്കണമെന്നറിയാം. അതെ, അതൊക്കെ അത്ര എളുപ്പമായിട്ടുള്ള കാര്യമാണെന്ന് തോന്നില്ല നയന. അതെന്താ, അവൻ ജിമ്മനാ. അവന്റെ മുന്നിൽ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. എന്ത് ജിമ്മനാന്ന് പറഞ്ഞാലും അവൻ എന്റെ കൈ കുടുങ്ങുന്നതാണ്. അവനെ അങ്ങനെ ഇന്ന് പോവാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറയാണ്. അവൻ ഇന്ന് കൈയോടെ ഞാൻ പിടികൂടുമെന്ന് പറയണം. സൂക്ഷിക്കണം. അവനെപ്പോലെ ഒരുത്തന്റെ മുന്നിൽ എനിക്ക് അതൊക്കെ ചിന്തിക്കും ഭ്രാന്താവുന്ന പറയണം. ഒന്ന് ധൈര്യമായിട്ടിരിക്കുക ചേച്ചി. എനിക്കുള്ളത്രയും ധൈര്യം പോലും ചേച്ചിക്കില്ലോ എന്ന് പറയണേ. പിന്നീട് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഇറങ്ങിപ്പോയി കഴിഞ്ഞ സമയത്ത് അഭി നിർമ്മലിനെ വിളിക്കുകയാണ്. നിർമ്മലിനെ വിളിച്ചിട്ട് അതെ മെസ്സേജൊക്കെ കണ്ടല്ലോ, ഞാൻ കണ്ടു. അതെ, നമ്മൾ പറഞ്ഞ പോലെ ആയിരിക്കും ഈ കാര്യങ്ങളൊക്കെ. അവളിവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവൾ ഇപ്പൊ തന്നെ ഗേറ്റിന് വെളിയിലേക്ക് വരും. പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ? അവനൊരു കാറും കൊണ്ട് വന്ന് നിൽക്കുമായിരുന്നു. ഇനിയിപ്പോൾ ആ കാറ് മാറ്റിയിട്ട് ബൈക്കും കൊണ്ട് വേണം ചെല്ലാനായിട്ട്. കാരണം എത്രയും പെട്ടെന്ന് എസ്കേപ്പ് ആവാനായിട്ട് ഏറ്റവും നല്ല അതാണ്. അങ്ങനെ അഭി പറയുന്ന വാക്കുകളെല്ലാം കേട്ടിട്ട് നിർമ്മൽ പതുക്കെ വന്ന് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് വീട് ലക്ഷ്യമായിട്ട് അങ്ങോട്ട് വരുവാണ്. ഗേറ്റിന് അങ്ങോട്ട് വരുവാണ്. ഈ സമയത്ത് നവ്യോട് പറഞ്ഞു, അതെ ചേച്ചി ഇവിടെ നിന്നോട്ടോ, ഞാൻ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞിട്ട് സാരി എടുത്തിട്ട് മോഹം പതുക്കെ അങ്ങോട്ട് മറയ്ക്കുവാണ് പകുതി. കാരണം ഒരു കാരണവശാലും അവന് സംശയങ്ങളൊന്നും തോന്നരുത്. അവൻ വന്ന് നിന്നാൽ പോലും തൻ്റെ മുഖം കണ്ട് അവന് മനസ്സിലാവരുത്. ആ ഒരു ചിന്തയോട് കൂടിയിട്ട് നയന ഗേറ്റിന് വെളിയിലേക്ക് ഇറങ്ങുമോ. നവ്യക്ക് നല്ല ടെൻഷനുണ്ട്. നവ്യോട് പറഞ്ഞ് അങ്ങോട്ട് കയറി മാറും എന്നോളാൻ പറയാണ്. ഈ സമയത്ത് ആദർശ് അങ്ങോട്ട് ഇറങ്ങി വന്നു. ആദർശ് അവിടെ ഒന്ന് മറിഞ്ഞു നിൽക്കുവാണ്. എന്താ സംഭവിക്കണമെന്ന് അറിയാലോ. അവൻ വരുവാണെങ്കിൽ അവനെ കൈയോടെ പോയി പിടികൂടണം. ഇന്നത്തോടു കൂടി ഈ കാര്യത്തിന് തീരുമാനമാക്കണം. അങ്ങനെ ആദർശ് അവിടെ മറിഞ്ഞു നിൽക്കുകയാണ്. ആദർശ് മറിഞ്ഞു നിന്നിട്ട് ബൈക്ക് വന്ന് നിൽക്കുന്ന സൗണ്ട് കേട്ടപ്പോഴത്തേനും ആദർശ് ഇങ്ങ് നീങ്ങുവാണ്. പെട്ടെന്നൊരു കല്ലേ തട്ടി അവൻ വീഴാൻ തുടങ്ങുമ്പോഴത്തേനും നവ്യെ തിരിഞ്ഞു നോക്കുകയാണ്. ആദർശിനെ കണ്ടത് ഒരു നിമിഷം അങ്ങ് ഞെട്ടിപ്പോയി. ഈ സമയത്താണ് അഭി ടെറസിന്റെ മുകളിലേക്ക് വന്നത്. നോക്കുമ്പോഴത്തേനും ആദർശ് നിൽക്കുന്ന കണ്ടു. ഇവൻ എന്തിനാ ഈ സമയത്ത് ഇവിടെ വന്നിരിക്കുന്നത്? പെട്ടെന്നാണ് ആദർശ് വീഴാൻ തുടങ്ങുന്നതുകൊണ്ട് നവ്യ അങ്ങോട്ട് ഓടിച്ചെല്ലുന്നതുകൊണ്ട് വല്ലതും പറ്റിയോ ആദർശേട്ടൻ നീക്കി? ഒന്നും പറ്റിയില്ല എന്ന് പറയണം. ഇവളോ? അപ്പൊ ഇവിടെ അല്ലേ താഴേക്ക് പോയില്ലേ? അപ്പൊ ഗേറ്റിന് അങ്ങോട്ട് പോയത് ആരാ? ദൈവമേ, ചതിച്ചല്ലോ ഭഗവാനെ. ഇനി മറ്റോളെങ്ങാനും ആയിരിക്കുമെന്ന് ഓർക്കുവാണ്. ഈ സമയത്ത് നവ്യ ഗേറ്റ് കടന്ന് അങ്ങോട്ട് പുറത്തേക്ക് നയന ഗേറ്റ് കടന്ന് അങ്ങോട്ട് പുറത്തേക്ക് അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് നിർമ്മൽ അങ്ങോട്ട് വന്നു. നിർമ്മൽ പതുക്കെ എന്ത് ചെയ്യണം, ബൈക്ക് അവിടെ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഹെൽമെറ്റൊക്കെ ഊരിയിട്ട് പതുക്കെ നയനയുടെ അടുത്തേക്ക് അങ്ങോട്ട് വരുവാണ്. അപ്പൊ നയനെ ഇങ്ങനെ നോക്കുവാണ് അവൻ. അപ്പൊ ഇതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഇപ്പൊ ഇനി എന്താ സംഭവിക്കേണ്ടത് നമുക്കറിയണ്ടേ.
നയനെ അവനെ പിടികൂടുവോ എന്തൊക്കെയാന്ന്. അപ്പൊ അതിന്റെ വിശേഷമൊക്കെ നമുക്ക് കാത്തിരിക്കാം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.